അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതോട് ചേർത്ത് നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം ബീറ്റായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇത് ഒരുമിച്ച് ചേർക്കല്ല, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്യാം. ഇപ്പം മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലോണം ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് 20 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് 20 സെക്കൻഡ് മാത്രം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടയും പഞ്ചസാരയും ഓയിലും ചേർത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് പാല്. ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് രണ്ടും ഇടവിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ചെയ്തു കൊടുക്കുക. നമ്മൾ അടിച്ച് പതിപ്പിച്ചേക്കുന്നത് ഒട്ടും തന്നെ താഴാതെ വേണം ഇത് ചെയ്യാനായിട്ട്. പയ്യെ ഫോൾഡ് ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഏത് ഡയറക്ഷനിൽ മിക്സ് ചെയ്യുന്നോ അതേ ഡയറക്ഷനിൽ തന്നെ വേണം എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ അരിച്ചു വെച്ചേക്കുന്ന പൊടിയും പാലും മാറി മാറി ചേർത്ത് മുഴുവനായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടെ ഈ മിക്സിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. മൊത്തമായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നമ്മുടെ ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് അത് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വേണം അത് കിട്ടാനായിട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലോട്ട് ഒഴിക്കാം. ഇത് ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ തൂത്തിട്ട് കുറച്ച് മൈദ ഇട്ട് വെച്ചേക്കുന്ന പാത്രമാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ബാറ്റർ ഫുള്ള് ബേക്കിംഗ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെറിയൊരു ഫോർക്കാണ് എടുത്തേക്കുന്നത്. ഈ ഫോർക്ക് വെച്ച് ഇതിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് മേളിൽ നല്ല ഒരേപോലെ ആയി കിട്ടും. ഇനി നമുക്കിത് 160 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 160 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മേളൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ബട്ടർ സ്കോച്ച് കേക്കിനുള്ള നട്ട്സ് കാരമലൈസ് ചെയ്യാനായിട്ട് ഇത് നല്ലോണം റോസ്റ്റ് ആക്കി എടുക്കാം. നല്ലോണം റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ചെറുതായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ ചൂടാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ചെറുതീയിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പം ഇത് കുറച്ചുകൂടെ മെൽറ്റ് ആവുന്നുണ്ട്. ഞാനിത് കുറച്ചുകൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ നേരം ഇതുപോലെ തന്നെ വെക്കണം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ബട്ടറും ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം.
ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ ഒരിത്തിരി ബട്ടർ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ തണുക്കാൻ അനുവദിക്കാം. ഇപ്പം നമ്മൾ മൊത്തം ഇങ്ങോട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇതിവിടെ പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇടികല്ലിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിവിടെ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാനായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ അകത്തിടാനുള്ള കാരമലൈസ്ഡ് നട്ട്സ് പ്രലൈൻ. ഇന്ന് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനുള്ള കാരമൽ സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 1/2 കപ്പ് പഞ്ചസാര. ഇതൊന്ന് നല്ലോണം മെൽറ്റായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ചെറു തീയിലിട്ട് വേണം ഇളക്കാനായിട്ട്. ഇപ്പം ഷുഗർ മുഴുവൻ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ബട്ടർ ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് ജോയിൻ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പയ്യെ കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ കട്ട പിടിച്ചില്ല. ഇപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ കട്ടയായിട്ടാണ് വരുന്നത്. ഇതിനി ചെറു തീയിലിട്ട് ഇളക്കി, ഇതിന് നല്ലോണം സമയമെടുക്കും. ഇത് ചെറു തീയിലിട്ട് ഇളക്കി അത് മുഴുവൻ കട്ട മുഴുവൻ അടുത്ത് വരുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഏകദേശം 7 മിനിറ്റോളം എടുത്ത് ഇത് ഫുള്ള് മെൽറ്റായി വരാനായിട്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് തീയിലിടുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും നമുക്ക്. ഇത് നമ്മൾ റെഡിയാക്കിയ കാരമൽ സോസാണ്, ബട്ടർ സ്കോച്ച് കേക്കിനുള്ള കാരമൽ സോസാണ്. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ഇപ്പം ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് ഇത്തിരി കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കുറച്ചുകൂടെ ലൂസായി കിട്ടും, കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ. ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഈദ് കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്പഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്പഞ്ച് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാരമലൈസ് ചെയ്തേക്കുന്ന നട്ട്സ് ആണ്, അത് ഞാൻ ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് സോസ് അല്ലെങ്കിൽ കാരമലൈസ് സോസാണ്. ഇതും ഞാൻ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് ലെയർ ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബോർഡറിലോട്ട് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ സോക്ക് ചെയ്യാനുള്ള സിറപ്പാണ്. സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് എടുത്ത ഷുഗർ സിറപ്പാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് അല്ലെങ്കിൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അത് വാനില എസൻസ് ആണ് കൊടുത്തേക്കുന്നത്. എനിക്കിവിടെ ബട്ടർ സ്കോച്ച് എസൻസ് കിട്ടത്തില്ല, അപ്പോൾ വാനില എസൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു എസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുന്നതിനുള്ളതിൻ്റെ അകത്തോട്ട് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം സോക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഫുള്ള് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാരമലൈസ് ചെയ്തേക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഫുള്ള് പൗഡറായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇടയ്ക്ക് ആ ഒരു കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് പീസ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം വിപ്പിംഗ് ക്രീം ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ കുറച്ച് കാരമൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ കാരമൽ സോസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം. ഇപ്പം ഞാൻ അടുത്ത ലെയർ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക, കാരമലൈസ്ഡ് നട്ട്സ് ഇട്ട് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക, കാരമൽ സോസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 3 ലെയർ, ഞാൻ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ 3 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് എല്ലാ ലെയറും വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ജസ്റ്റ് ഞാൻ വിപ്പിംഗ് ക്രീം ഇട്ട് വെച്ച് എല്ലായിടത്തും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്യാന്ന് പറയും. ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് എടുത്ത് കംപ്ലീറ്റ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഈവനായിട്ട് എല്ലായിടത്തും വരുന്ന രീതിയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സൈഡിലും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മേളിലും സൈഡിലുമായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. സൈഡ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും. ഞാൻ ഈ ബ്രഷ് വെച്ച് ഇത് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഈ ബ്രഷ് വെച്ച് അതിൻ്റെ ഇംപ്രഷനൊന്ന് ഇതേ വരുത്തുകയാണ്. ഇപ്പം ആ ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് കേക്കിനുള്ള ടോപ്പർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലുള്ള ഗം പേസ്റ്റ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെമി സർക്കിളിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഒന്നുകൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒന്നുകൂടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. മിച്ചം ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലൊരു റൗണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ചെറിയ സ്ക്വയർ പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്വയർ അല്ല, കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പീസ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു റൗണ്ട് പീസോടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. വലിപ്പമുള്ള റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ വലിപ്പമുള്ള റൗണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഒരു മൂണിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുവാണ്. അതിൻ്റെ കുറച്ച് പോർഷൻ കട്ട് ചെയ്യുവാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. സെമി സർക്കിളുള്ള പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ചെയ്തേക്കുന്ന പീസ് എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള പീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നമ്മൾ ആ മൂണിൻ്റെ ഷേപ്പിലും കൊടുത്തിട്ടുണ്ട്.
ഇതുപോലാണ് കേക്കിൻ്റെ മുകളിൽ വരേണ്ടത്. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള, അപ്പോൾ ഞാനിവിടെ ഗം പേസ്റ്റ് കൊണ്ട് വേറെ കുറച്ച് പീസുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്തിരി നീട്ടമുള്ള ഒരു പീസ്, പിന്നെ ഒരു സ്ക്വയർ പീസ്, 2 റൗണ്ട് പീസ്, ഒരു മൂൺ ഷേപ്പിലുള്ള പീസ്. ഇത്രയാണ്. ഇത് വെച്ച് ഇങ്ങനെ ഒരു പില്ലർ പോലെ അതിൻ്റെ സൈഡിൽ കൊടുക്കാനായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് ഇതുപോലാണ് നമുക്ക് കേക്കിൻ്റെ മേളിൽ ഡിസൈൻ ചെയ്ത് വരുന്ന ഫൈനൽ ഡിസൈൻ. ഇങ്ങനെയാണ് ഇത് നമുക്ക് കേക്കിൻ്റെ മേളിൽ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ മേളിൽ കൊടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഞാനിപ്പോൾ മേളിലാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് കേക്കിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഗം പേസ്റ്റിൻ്റെ എല്ലാ ഡെക്കറേഷൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ ഇട്ടാണ് ഗം പേസ്റ്റ് പരത്തിയത്. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോർ ചെറുതായിട്ട് ആ ഗം പേസ്റ്റിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലോർ അതിൻ്റെ മേളിൽ കാണും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ബ്രഷ് എടുത്തിട്ട് ഒരു കുറച്ച് ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേളിലൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ആ കോൺഫ്ലോർ അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് 1-2 ബീഡ്സ്, വൈറ്റ് കളറിലുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബീഡ്സ് ഞാൻ സൈഡിലും ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.